കുറച്ചുകൂടെ കൃത്യമായും വ്യക്തമായും ഡോക്സിസൈക്ലിനെ കുറിച്ച് പറയാമെന്ന് കരുതുന്നു. എൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഡോക്സിസൈക്ലിനെ കുറിച്ച് മയോ ക്ലിനിക്ക്, ഏറ്റവും പ്രശസ്തമായ മയോ ക്ലിനിക്ക് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. drugs.comന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അവയെല്ലാം ഇംഗ്ലീഷിലാണ് എന്നുള്ളത് കൊണ്ട് ധാരാളം സുഹൃത്തുക്കൾക്ക് അത് പോരാതെ വരുമെന്നറിയാം. ഇന്നലെ ഞാൻ പറഞ്ഞത് ഡോക്സിസൈക്ലിന്റെ ഇന്ററാക്ഷൻ, മറ്റു മരുന്നുകളുമായിട്ടുള്ള പ്രതിപ്രവർത്തനം, കോൺട്രാ ഇൻഡിക്കേഷൻ, സ്പെഷ്യൽ പ്രിക്വേഷൻ, ഈ മരുന്ന് ഉണ്ടാക്കാനിടയുള്ള മരുന്നിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങൾ, ഇവയെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം തുറന്നു പറഞ്ഞ് ഇൻഫോംഡ് കൺസെന്റ് ആണ് ചികിത്സയിൽ ആവശ്യമുള്ളതായിട്ട് ലോകാരോഗ്യ സംഘടനയെല്ലാം വ്യക്തമാക്കുന്നത്. ആളുകളോട് ഇത് മിഠായി പോലെയുള്ളതാണ്, വളരെ നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞ് ഒരു മരുന്നും വിതരണം ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ മരുന്ന് എടുത്താൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെടുക്കാൻ പാടില്ലാത്തവർ, അത് എടുക്കുമ്പോൾ മറ്റു മരുന്നുകൾ കഴിച്ചാലുള്ള അപകടങ്ങൾ, അത് ഉണ്ടാക്കാനിടയുള്ള ദോഷഫലങ്ങൾ, ഇതെല്ലാം ആളുകളോട് പറയണം. എന്നിട്ട് ആളുകൾ അതെടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എടുക്കട്ടെ. അങ്ങനെയാണ് അമേരിക്കയിലും ബ്രിട്ടനിലും ഒരുവിധമുള്ള രാജ്യങ്ങളിലെല്ലാം. നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലാണ് മരുന്നുകൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളൊരു രീതിയിൽ നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് അത് കഴിപ്പിക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് കൂടുതൽ മരുന്നുകൾ കഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭീകരാവസ്ഥ ചികിത്സാ രംഗത്തുള്ളത്. ഡോക്സിസൈക്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ 100% ശാസ്ത്രീയമാണ്. ഈ മരുന്നിന്റെ ദോഷഫലങ്ങൾ പ്രകൃതി ചികിത്സകർ കണ്ടുപിടിച്ചിട്ടുള്ളതൊന്നുമല്ല, ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ടുള്ളതുമല്ല, അലോപ്പതിക്കാർ കണ്ടുപിടിച്ചിട്ടുള്ളതല്ല. ടോക്സിക്കോളജിസ്റ്റ് എന്ന് പറയുന്ന, ഫാർമക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ, അത് വേറെ കൂട്ടരാണ്. അവരുടെ ജോലി, അവരുടെ പ്രവർത്തനം മരുന്നുകളുടെ ദോഷഫലങ്ങൾ കണ്ടുപിടിക്കുന്നതിലാണ്, വിഷങ്ങളെ തിരിച്ചറിയുന്ന, അതിനെക്കുറിച്ച് പഠിക്കുന്നതിലാണ്. ആ ഒരു വിഭാഗമാണ് ഈ ദോഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു തരുന്നത്. അമേരിക്കയിലെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹെൽത്ത് സിസ്റ്റം ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് കൺസ്യൂമർ ഡ്രഗ് റെഫറൻസ്. ഇതിൽ 2008 അവർ ഇറക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴെൻ്റെ കയ്യിലുള്ളത്. ഇതിൽ കുറെ കൂടെ ഗുരുതരമാകുകയും ഇതിൽ പറയുന്ന കുറെ മരുന്നുകൾ പിൻവലിക്കുകയും നിരോധിക്കുകയും ഒക്കെ അല്ലാതെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ദോഷഫലമല്ല എന്ന രീതിയിൽ വന്നിട്ടുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഈ കൺസ്യൂമർ ഡ്രഗ് റെഫറൻസ് ഏതാണ്ട് 12,000-ഓളം മരുന്നുകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ്, ഉപഭോക്താവ് അറിയേണ്ട വിവരങ്ങൾ. ആ വിവരങ്ങളാണ് ഈ ഗ്രന്ഥം നമുക്ക് തരുന്നത്. അതിൽ 547 പേജിലാണ് ഡോക്സിസൈക്ലിനെ കുറിച്ച് പറയുന്നത്. ഡോക്സിസൈക്ലിൻ 547 പേജ്. എന്തെല്ലാമാണ് മയോ ക്ലിനിക്കും drugs.comഉം ഈ കൺസ്യൂമർ ഡ്രഗ് റെഫറൻസും ഡോക്സിസൈക്ലിൻ കഴിക്കുന്നതിനെ കുറിച്ച്, കഴിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്? അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വേണമെങ്കിൽ സ്റ്റോക്ക്ലീസ് ഡ്രഗ് ഇന്ററാക്ഷൻസ്, മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം 20,000-ഓളം രൂപ വില വരുന്നൊരു പുസ്തകമാണ്. അപ്പൊ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കൊരു മരുന്നെന്ന് പറയുന്നത് വിഷമാണ്. എല്ലാ മരുന്നുകളും വിഷമാണ്. ഗുണവും ദോഷവും തൂക്കി നോക്കി ഗുണം കൂടുതലാണെങ്കിൽ നൽകാം എന്നാണ് മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ഡോക്ടർമാരും ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കാറില്ല.
അതെല്ലാം നിൽക്കട്ടെ. ഇവിടെ ഇന്നലെ ഞാൻ പറഞ്ഞു, ഈ ടെട്രാസൈക്ലിൻ ക്ലാസ് ആന്റിബയോട്ടിക്കായി അറിയപ്പെടുന്ന ഡോക്സിസൈക്ലിൻ കഴിച്ചാൽ പ്രധാനപ്പെട്ട് കണ്ടുവരുന്ന, അല്ലെങ്കിൽ മരുന്ന് കമ്പനിക്കാർ തന്നെ എഴുതി വെച്ചിട്ടുള്ള ദോഷഫലങ്ങൾ, അതിനെ മെഡിക്കലി പ്രൊമോട്ടഡ് ഡ്രഗ് ഇന്ററാക്ഷൻസ് എന്നാണ് പറയുക. എല്ലാ മരുന്നുകൾക്കും ഒരേ കുഴപ്പങ്ങൾ, കുറച്ച് കുഴപ്പങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കും. ശരീരത്തിന്റെ തൂക്കം കുറയുക, ഓക്കാനം, ഛർദി, വയറിളക്കം, ദേഹം തിണർത്ത് തടിക്കൽ, റാഷ്, ഹൈവ്സ് എന്നൊക്കെ പറയുന്ന കുഴപ്പങ്ങൾ ഉണ്ടാകാം. ഈ ടെട്രാസൈക്ലിന് പ്രത്യേകമായിട്ട് കണ്ടുവരുന്ന തകരാറുകളിൽ ശരീരത്തിന്റെ തൂക്കം കുറയുക എന്നതിനേക്കാളും കൂടുതലായി വെയിൽ കൊണ്ടു കഴിഞ്ഞാലുള്ള അപകടങ്ങളാണ്. അത് പൊതുവെ ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക്കുകൾക്ക് പൊതുവായിട്ടുള്ളതാണ്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ദേഹമാസകലം പൊള്ളുക, തൊലി ഇളകി ചീഞ്ഞു പോകുക, നിരവധി തരത്തിലുള്ള പുതിയ രോഗങ്ങൾ, പുതിയ പുതിയ പേരുകളിലുള്ള നിരവധി രോഗങ്ങളാണ് ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക്സ്, ക്ലാസ് ആന്റിബയോട്ടിക്സ്, ഡോക്സിസൈക്ലിൻ എല്ലാം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ. വിളർച്ച എന്ന് വെച്ചാൽ രക്തത്തിന് ഗുരുതരമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാക്കുമെന്ന് കൂടെ അർത്ഥമുണ്ട്. അതേപോലെ തന്നെ മൂത്രനാളിയിലെ, യോനിയിലെ അണുബാധ, ഇത് പൊതുവെ ആന്റിബയോട്ടിക്കുകൾക്ക് ഉള്ളതാണ്. ഈ തകരാറുകൾ മെഡിക്കലി പ്രൊമോട്ടഡ് ആണ്. യഥാർത്ഥത്തിലുള്ള തകരാറുകൾ അതിഭീകരങ്ങളായിരിക്കും. അത് കാര്യമായി പുറത്ത് ആരും പറയാറില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇത് പറഞ്ഞ് മരുന്ന് കമ്പനിയുടെ അപ്രീതിക്ക് പാത്രമാവാൻ സ്വതന്ത്ര ശാസ്ത്രജ്ഞന്മാരിൽ ചിലരൊഴിച്ച്, വളരെ ചെറിയ ഗ്രൂപ്പുകൾ ഒഴിച്ച് വേറെ ആരും തയ്യാറാവില്ല. മരുന്ന് കമ്പനികൾക്കെതിരെ, സർവശക്തരായ അലോപ്പതി ഡോക്ടർമാർക്കെതിരെ സംസാരിക്കാൻ എല്ലാവർക്കും പേടിയാണ്. അധികാരികൾ അവരുടെ ഭാഗത്താണ്, നിയമം അവർക്കനുകൂലമാണ്, പണം, സ്വാധീനം, അങ്ങനെയെല്ലാം ഉള്ള ഭീകര മാഫിയയായി ഇന്ന് ലോകത്ത് നിൽക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കെതിരെ സംസാരിക്കുന്നത് വളരെ വളരെ അപകടകരമാണ്. അവർക്കെതിരായിട്ട് കണ്ടുപിടിക്കുന്നത് അപകടകരമാണ്. ലോകം നിയന്ത്രിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മുഖം മൂടി വെച്ച സംഘടനകളാണ് ലോകത്തെ ഗവേഷണങ്ങൾ നിയന്ത്രിക്കുന്നത്. യൂണിവേഴ്സിറ്റികളിലെ എല്ലാം ഗവേഷണങ്ങൾ പല ഫൗണ്ടേഷനുകളും മരുന്ന് കമ്പനികൾ അവര് ഡൊണേറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരെ കൊണ്ട് നടത്തിക്കുന്നത്, ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് മരുന്നുകളുടെ അപകടങ്ങൾ പുറത്തു മിണ്ടുക പ്രയാസമാണ്. പിന്നെ നമ്മുടെ നാട്ടില് കാണപ്പെടുന്നവർ മാത്രമല്ല അലോപ്പതിയുടെ ദാസന്മാർ. വീട്ടില് ബന്ധുക്കൾ ഒരാള് മരുന്ന് കട നടത്തുന്നുണ്ട്, അടുത്ത ബന്ധുവിന് ആശുപത്രിയുണ്ട്, മകൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഡോക്ടറാണ്, സഹോദരി ഡോക്ടറാണ്, അല്ലെങ്കിൽ നേഴ്സാണ്, കമ്പൗണ്ടറാണ്. ഇങ്ങനെയൊക്കെ ആശുപത്രികളുമായി, ഈ സിസ്റ്റവുമായി, ഈ വിഷവൃക്ഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് കൂടുതലും നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് നേരിട്ട് ഉള്ളതിനേക്കാൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, നേരിട്ടല്ലാതെയുള്ള ആക്രമണങ്ങളാണ് മരുന്നുകൾക്കെതിരെ, അലോപ്പതി ചികിത്സയ്ക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത്. അതിനെയെല്ലാം നേരിട്ട് എന്തിന് വെറുതെ വെറുപ്പ് സമ്പാദിക്കണം, എതിർപ്പ് സമ്പാദിക്കണം, എന്തിന് ഭരണകൂടത്തിന്റെ ശത്രുവാകണം എന്നതിനെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ ആളുകൾ. പിന്നെ ഇത് അശാസ്ത്രീയരാണ്, വ്യാജന്മാരാണെന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളെ പിടിച്ചു നിൽക്കാനും പലർക്കും പ്രയാസമാകും. ഏതായാലും ഇവരുടെ ഈ എതിർപ്പുകള് ഒരു ഗാന്ധിമാർഗ പ്രവർത്തനത്തില് പ്രൊഫസർ MP മന്മഥിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ധൈര്യമുണ്ട്. ജയിലിനെ ഭയക്കാതിരിക്കാൻ. മട്ടാഞ്ചേരിയിലെ കോടതിയിൽ മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്ത് കുറ്റമാണെന്ന് പറഞ്ഞ മജിസ്ട്രേറ്റിനോട് ഇത് കുറ്റമാണെന്ന് ഞാൻ കരുതുന്നില്ല, നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ഇതിന്റെ പരമാവധി ശിക്ഷ ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞ് ജയിലിൽ പോയ പ്രൊഫസർ MP മന്മഥനാണ് എന്റെ ഗുരു. അതുകൊണ്ട് ഇവരുടെ ഭീഷണികളോ കള്ളക്കേസുകളോ ജയിലിനെയോ ഞാൻ ഭയക്കുന്നില്ല. ടെട്രാസൈക്ലിൻ കഴിക്കുന്ന ആളുകൾ ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ, വാർഫാരിൻ, കോട്ടാസ്പിരിൻ, ബേബി ആസ്പിരിൻ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന, ആന്റി കോഗുലൻസ് കഴിക്കുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം. ആ മരുന്നുകൾ കഴിക്കുന്നവര് ഈ മരുന്ന് കഴിക്കുന്നത് രണ്ടും കൂടെ ചേർന്ന് കഴിക്കുന്നത് മരുന്നുകൾ, കെമിക്കലുകൾ തമ്മിലുള്ള ഇന്ററാക്ഷന്, പ്രതിപ്രവർത്തനത്തിന് സാധ്യതയുണ്ട്, അപകടകരമാണ്.
പെൻസിലിൻ, അതേപോലെ തന്നെ അന്റാസിഡ്, ദഹന തകരാറുകൾക്ക്, ഗ്യാസ് ട്രബിളിന്, നെഞ്ചരിച്ചിലിന് ഒക്കെ മരുന്ന് കഴിക്കുന്ന അവര് ഈ മരുന്നുമായിട്ട് ചേർത്ത് കഴിച്ചാൽ അപകടമാണ്. പിന്നെ അലൂമിനിയം, കാൽഷ്യം, മെഗ്നീഷ്യം ഒക്കെ ചേർന്നിട്ടുള്ള മരുന്നുകളുണ്ട്. പ്രത്യേകിച്ച് അന്റാസിഡുകളിൽ പലതിലും അങ്ങനെയുള്ളതൊക്കെ വരാറുണ്ട്. അതുമൊക്കെ ആയിട്ട് ചേരുന്നത് കുഴപ്പങ്ങളുണ്ടാക്കും. അയൺ ഗുളികകള്, ഇരുമ്പിന്റെ ഗുളിക, അയൺ ഗുളിക സംയുക്തങ്ങൾ ചേർന്ന മരുന്നുകൾ കഴിക്കുന്ന ആളുകളും ഡോക്സിസൈക്ലിന് ചേർത്ത് കഴിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളെ മുഴുവൻ ഇത് കഴിപ്പിക്കുകയാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഒരു വശത്തൂടെ അവരെ കൊണ്ട് അയൺ ഗുളിക തീറ്റിക്കും, വേറൊരു വശത്തൂടെ ആരോഗ്യ പ്രവർത്തകർ എന്നിട്ട് ഡോക്സിസൈക്ലിൻ കഴിപ്പിക്കും. ആ കുട്ടികൾക്കൊക്കെ എന്താ സംഭവിക്കുക? ഉടനടി സംഭവിക്കണമെന്നില്ല, സംഭവിക്കാറില്ല. കാരണം ഇത് വളരെ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഉടനടി കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. കുഴപ്പങ്ങൾ പിന്നീട് ഉണ്ടായി അതിനുള്ള മരുന്നിനുള്ള ചികിത്സയ്ക്ക് ചെന്നാൽ മതി. അങ്ങനെയാണ് മരുന്നുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ മരുന്നുകൾക്കെല്ലാം സൈഡ് എഫക്ട്സ് എന്തിനാ നിലനിർത്തുന്നത്? എത്ര കൊല്ലമായി ഈ മരുന്നുകളുടെ ഓരോ മരുന്നിന്റെയും സൈഡ് എഫക്ട്സ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ശാസ്ത്രീയമായിട്ടുള്ളതാണിതെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് മാറ്റി ദോഷഫലങ്ങളില്ലാതെ ശുദ്ധമായ മരുന്നിറക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് മരുന്നുകൾക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷഫലങ്ങളാണ്. ഓരോ മരുന്നിനും 40ഉം 50ഉം 60ഉം 100ഉം മറ്റു രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് ഈ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത്. ഇത് ശാസ്ത്രീയമാകണമെങ്കിൽ അലോപ്പതി സമ്പ്രദായം, അലോപ്പതി മരുന്നുകൾ ശാസ്ത്രീയമാകണമെങ്കിൽ ഈ മരുന്നുകളുടെ ദോഷഫലങ്ങളെ മാറ്റണം. ഗർഭനിരോധന മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഡോക്സിസൈക്ലിൻ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഗർഭിണികൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഒരു ആന്റിബയോട്ടിക് ആണ് ഡോക്സിസൈക്ലിൻ. ഗർഭിണികൾ ഈ മരുന്ന് കഴിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിന്റെ ഭ്രൂണത്തിൽ വരെ കടന്നു കയറിയിട്ടാണ് ജനിതക വൈകല്യങ്ങൾ ഡോക്സിസൈക്ലിൻ ഉണ്ടാക്കാൻ ഇടയുള്ളത്. ഇപ്പോ പലപ്പോഴും ഗർഭിണിയാണ് എന്നറിയുന്നത് ഒരു മാസമുറ തെറ്റുമ്പോഴായിരിക്കും. അപ്പൊ അതിനുള്ളിലൊക്കെ കഴിക്കുന്ന ഡോക്സിസൈക്ലിൻ അമ്മമാരാകാൻ പോകുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് വളരെ വളരെ ആപത്താണ്, അടുത്ത തലമുറയുടെ ആപത്താണ്. മുലയൂട്ടുന്ന അമ്മമാരിൽ ഡോക്സിസൈക്ലിൻ കഴിക്കാൻ പാടില്ലാത്തതാണ്. ആന്റിബയോട്ടിക്കുകൾ പൊതുവെ കഴിക്കാൻ പാടില്ലാത്തതാണ്. മുലപ്പാലിലൂടെ കുഞ്ഞിലേക്ക് കടന്നു കയറി കുഞ്ഞിന്റെ ആന്തരാവയവങ്ങൾക്ക് അപകടമുണ്ടാക്കുമെന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന താക്കീത്. അതേപോലെ ,3% ഈ മരുന്ന് കഴിക്കുന്നവരിൽ 53.2% ആളുകളില് ദോഷഫലങ്ങൾ പ്രകടമാകുന്നുണ്ട്, കണ്ടുവരാറുണ്ട് എന്നതാണ് ക്ലിനിക്കൽ ട്രയലില് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 10% ആളുകൾക്ക് മരണം തന്നെ ഉണ്ടാകുന്നതായിട്ടും, ഇത് കൂടുതലായി തുടർച്ചയായി കഴിക്കുന്ന ആളുകളിൽ 10% ആളുകൾ ഇതിന്റെ തകരാറ് കൊണ്ട് തന്നെ മരിച്ചു പോകുന്നതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ട്. പോസ്റ്റ് മാർക്കറ്റിംഗ് ഒബ്സർവേഷൻസിൽ ഈ മരുന്നുകൾക്ക് അങ്ങനെയാണ്. മരുന്നുകൾക്ക് ക്ലിനിക്കൽ ട്രയലുകളുണ്ട്. മരുന്നുകൾ ഒരു പുതിയ കെമിക്കല്, പുതിയ മരുന്നായിട്ടൊരു സാധനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മൃഗങ്ങളിൽ പരീക്ഷിക്കും. കോടിക്കണക്കിന് മൃഗങ്ങളെയാണ് അങ്ങനെ ഓരോ വർഷവും ഒരു ദുരിതം സഹിപ്പിച്ച് കൊല്ലുന്നത്. അത് കഴിഞ്ഞാൽ മനുഷ്യരിൽ പരീക്ഷിക്കും. മനുഷ്യരിൽ ആദ്യത്തെ ക്ലിനിക്കൽ ട്രയൽ വളരെ കുറച്ച് മനുഷ്യരിൽ അവരെ വില കൊടുത്ത് വാങ്ങി, ക്ലിനിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, ആ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടാണ് ഈ മരുന്ന് പരീക്ഷണം നടത്തുക. അതിൽ നോക്കുന്നത് അവര് പെട്ടെന്ന് മരിക്കുന്നുണ്ടോ, ഹാർട്ട് തകരുന്നുണ്ടോ, തലച്ചോറ് പഴുക്കുന്നുണ്ടോ, ഒരു 6 മാസത്തെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ മരുന്ന് എന്ത് കുഴപ്പമുണ്ടാക്കുമെന്ന് നോക്കിയിട്ട് വല്ല മരുന്നും നൽകാൻ പറ്റുമോ? ഒക്കെ കഴിക്കുന്ന ആളുകൾ തെളിയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പരീക്ഷണത്തിൽ കൂടുതൽ ആളുകൾ, മൂന്നാമത്തെ പരീക്ഷണത്തിൽ വളരെ കൂടുതൽ ആളുകൾ, അങ്ങനെ വേണമെന്നൊക്കെയാണ്. പക്ഷെ ഈ പരീക്ഷണങ്ങൾ നടത്തുന്നതും റിപ്പോർട്ട് തയ്യാറാക്കുന്നതും മരുന്ന് കമ്പനികൾ തന്നെയാണ്. അതുകൊണ്ട് കോഴിയെ രക്ഷിക്കുന്നത് കുറുക്കൻ തന്നെയാണ് ഇവിടെ. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂ ഡ്രഗ് ലൈസൻസ് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ് വിൽപ്പന നടക്കുമ്പോൾ പിന്നെ ഒബ്സർവ് ചെയ്യുക, ഇതിന് മരുന്ന് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഉത്തരവാദിത്വമായിട്ടാണ് വെയ്പ്പ്. അങ്ങനെയാണ് സർക്കാരും
മരുന്ന് കമ്പനികളും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമൊക്കെ കൂടുതൽ ശക്തമാകുന്നത്. അപ്പോ പോസ്റ്റ് മാർക്കറ്റിംഗ് ഒബ്സർവേഷൻസിൽ, വിജിലൻസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ തകരാറുകളാണ്. ഡോക്സിസൈക്ലിൻ കഴിക്കുന്ന ആളുകളിൽ അനക്സോറിയ എന്ന് പറയുന്ന പുതിയ പുതിയ പേരുകൾ, പുതിയ രോഗങ്ങൾ ഒക്കെ 1960 ശേഷം നമ്മുടെ നാട്ടിൽ കേട്ടുവരുന്ന പുതിയ രോഗങ്ങളെല്ലാം മരുന്നുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ തന്നെയാണ്, കീടനാശിനികൾ ഉണ്ടാക്കുന്നതാണ്, ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് ഉറപ്പാണ്. അതിനെക്കുറിച്ച് ഞാൻ സുജീവിതം മാസികയിൽ വളരെ വിശദമായി തന്നെ കഴിഞ്ഞ 2-3 ലക്കങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കുറച്ചൊക്കെ അത് പറയുകയും ചെയ്യാം. താല്പര്യമുള്ളവർ സുജീവിതം മാസിക ഒന്ന് വാങ്ങി വായിക്കുന്നത് നല്ലതാണ്. അനക്സോറിയ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ, വേണ്ടാത്തൊരവസ്ഥ, ഭക്ഷണത്തെ വെറുക്കുന്നൊരവസ്ഥ. ഈ അനക്സോറിയ എന്ന് പറയുന്ന തകരാറ് ഈ മെലിച്ചിൽ ഭ്രമം, തടി കുറയ്ക്കൽ ഭ്രമം ബാധിച്ചിട്ടുള്ള ധാരാളം പെൺകുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഈ ജങ്ക് ഫുഡെല്ലാം കഴിച്ചൊക്കെ ഉണ്ടാകുന്ന തകരാറുകളിൽ ഒന്നുകൂടിയാണത്. ഓക്കാനം, ഛർദി, വയറിളക്കം അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ അനക്സോറിയയുടെ ഭാഗമായിട്ടുണ്ടാകും. ഗ്ലോസിറ്റീസ് എന്ന് പറയുന്ന മറ്റൊരു രോഗം, പുതിയ രോഗം. നാവ് വീർത്ത് തടിക്കുക, നാവിന് നീർ വരിക എന്നുള്ളതാണ് ഗ്ലോസിറ്റീസ് എന്നുള്ള രോഗത്തിൽ. കീമോ മരുന്നുകളുടെ എല്ലാം ദോഷഫലങ്ങളായിട്ട് അത് ഉണ്ടാവാറുണ്ട്. ഡോക്സിസൈക്ലിൻ കഴിച്ചാലും അതുണ്ടാകുന്നു. അതേപോലെ തന്നെ ഡിസ്ഫാഗിയ, പുതിയ രോഗം ഡിസ്ഫാഗിയ. അത് ഭക്ഷണം ഇറക്കാനുള്ള കൺട്രോള് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് ഡിസ്ഫാഗിയ എന്നുള്ളത്. തൊണ്ടയിലെ മസിലുകളുടെ കൺട്രോൾ നഷ്ടമായിട്ട് ഇത് സ്ട്രോക്കൊക്കെ വന്ന് അങ്ങനെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവാറുള്ളതാണ്. ആ ഒരു പ്രയാസവും നമുക്ക് ഈ ഡോക്സിസൈക്ലിൻ കഴിച്ചവരിൽ കണ്ടുവന്നിട്ടുണ്ട്. ന്യൂമോണിയ പിടിപെടാം, പനി തന്നെ വരാം. ഇത് എലിപ്പനി എന്നുള്ള പേരിൽ എലിപ്പനിയെ തടയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ഞാൻ നിരവധി മെഡിക്കൽ ടെക്സ്റ്റുകൾ, ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, ഫാർമക്കോളജി ആൻഡ് ഫാർമക്കോ തെറാപ്യൂട്ടിക്സ്, മാർട്ടിൻഡെയിൽ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ്, പിൽ ബുക്ക്, ബാൻഡം ബുക്സിന്റെ പിൽ ബുക്സ്, നിരവധി പുസ്തകങ്ങളൊക്കെ നോക്കിയെങ്കിലും ഇത് ഈ എലിപ്പനി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അതുപോലുള്ള ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒന്നായിട്ട് ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ അണുവന്നുണ്ടാക്കുന്നതായതുകൊണ്ട് ഉള്ള അണുക്കളെ കൊല്ലാൻ, വരാൻ പോണ അണുക്കിനെ കൊല്ലാനായിട്ട് നേരത്തെ വിഷം കയറ്റി വയ്ക്കൽ, അങ്ങനെയൊക്കെ ഈ വാഴയ്ക്ക് ഫുറടാനായിട്ട് മുക്കി വെക്കുന്ന പോലെ ഏത് കാലത്ത് അണുവന്ന് കയറിയാലും അത് ചത്തോളും. അങ്ങനെ ശരീരമാസകലം വിഷം കയറ്റി വയ്ക്കൽ എന്നുള്ളൊരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ചിലപ്പോ അറിഞ്ഞുകൂടാ. അതായത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള ഒരു ബാക്ടീരിയയെ, ഒരണുവിനെ കൊല്ലാനായിട്ട് നിങ്ങൾ വിഷം ഉപയോഗിക്കണം. ആ വിഷം നിങ്ങളുടെ മൊത്തം കോശങ്ങൾക്കും ആപത്തുണ്ടാക്കും, കോശങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആപത്തുണ്ടാക്കും. അണുക്കളെ മാത്രമായിട്ട് ഏതാണ്ട് വളരെ സുരക്ഷിതമായിട്ട് അണുക്കളെ മാത്രം കൊന്നിട്ട് പോരാൻ ആന്റിബയോട്ടിക്കുകൾക്ക് സാധിക്കില്ല. അതിനേക്കാൾ വീര്യം കൂടിയ വിഷം ഉപയോഗിച്ചിട്ടാണ് കൃമികളെ കൊല്ലുന്നത്. അതിനേക്കാളും കുറെ വീര്യം കൂടിയ വിഷമാണ് വിരകൾ വയറ്റിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത്, ആൽബൻഡസോള്. അപ്പൊ നമ്മുടെ വയറ്റിലേക്ക് ഒരു എലി കയറിപ്പോയാൽ, കണ്ണ് അടച്ച് കിടന്ന് വാ തുറന്നാണ് കിടന്നുറങ്ങിയത്, ഒരു എലി കയറിപ്പോയാൽ അത് വയറ്റിൽ കിടന്ന് സർക്കസ് നടത്തുകയാണെങ്കിൽ എലി വിഷം ഇട്ട് കൊടുത്താൽ മതി, എലി ചത്തോളുമോ? ഇതെന്തൊരു ശാസ്ത്രം! ഇതിനെ എങ്ങനെയാ ശാസ്ത്രം എന്ന് പറയാൻ സാധിക്കുക? ശരീരത്തിനുള്ളിൽ അണു ഉണ്ടെങ്കിൽ അണുബോംബുകൾ ഇട്ട് കൊടുക്കുക, അണുകൊലപാതക വിഷങ്ങൾ ഇട്ട് കൊടുക്കുക, അത് വിഴുങ്ങുക. കൃമിയാണെങ്കിൽ കൃമി വിഷം വിഴുങ്ങുക, വിരകളാണെങ്കിൽ വിരവിഷം വിഴുങ്ങുക, എലിയാണെങ്കിൽ എലിവിഷം വിഴുങ്ങുക. ഇതെങ്ങനെ ഇതിനെ ശാസ്ത്രം എന്ന് പറയാൻ സാധിക്കുക? എന്താണ് ഇതിന്റെ പിന്നിലുള്ള യുക്തി? എന്താണ് ഇതിന്റെ യുക്തി? കോമൺ സെൻസ് ആണെങ്കിൽ ഇത് ഉപയോഗിക്കാവോ? ഇതിനേക്കാളുമൊക്കെ ഏറ്റവും സുരക്ഷിതമായ എന്തെല്ലാം വഴികൾ ആഹാരത്തിലൂടെ ചെയ്യാൻ സാധിക്കും. ആയുർവേദത്തില്, ഹോമിയോയിലൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളുണ്ട്. രോഗകൊലപാതക മാർഗങ്ങളല്ല. രോഗത്തിന്റെ പേരിൽ നിങ്ങൾ രോഗത്തെ കൊല്ലാൻ നോക്കിയാൽ നശിക്കുന്നത്, ചാകുന്നത് നിങ്ങളാണ്. കാരണം രോഗം നിങ്ങളുടെ ശരീരത്തിനാണ്. രോഗത്തെ നോക്കണ്ട, നിങ്ങൾ ആരോഗ്യത്തെ നോക്കുക. ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താൻ, ആരോഗ്യം നശിക്കാതിരിക്കാൻ നല്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. ഇപ്പൊ മനുഷ്യർക്ക് ഈ പനിയും പ്രയാസമൊക്കെ ഉണ്ടാകുന്നത്
ഈ പ്രളയത്തിന്റെ നാളുകളിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല, കിട്ടിയ ഭക്ഷണം കഴിക്കേണ്ടതായി വന്നു, സ്ഥിരമായി കഴിക്കുന്ന ശരീരമായിട്ട് യോജിച്ച ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെ വന്നു, അപരിചിത ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വന്നു, അതേ തന്നെ വളരെ മോശമായിട്ടുള്ള തലത്തിൽ പഴകിയ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതായി വന്നു. അങ്ങനെയുള്ള സമയത്ത് മനുഷ്യന് മലബന്ധം, പനി അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന് ഈ തരത്തില് എല്ലാവർക്കും കാടടച്ച് ഡോക്സിസൈക്ലിൻ പോലെയുള്ള ആന്റിബയോട്ടിക്കുകളൊക്കെ കൊടുക്കുക അല്ല വേണ്ടത്. ഇതല്ല ആരോഗ്യ പ്രവർത്തനമാവേണ്ടത്. എൻട്രോകൊളൈറ്റിസ് എന്ന് പറഞ്ഞൊരു തകരാറ് ദഹനേന്ദ്രിയത്തിൽ പല ഭാഗത്തും, ചെറുകുടലില്, വൻകുടലില്, ആമാശയത്തില്, ഈസോഫാഗൽ റീജിയണിൽ വരെ അൾസറുകൾ, മൂക്കോസ ലെയർ ഒളിച്ചു പോകും. ടെട്രാസൈക്ലിൻ പോലുള്ള മരുന്നുകൾ കഴിച്ചാൽ മൂക്കോസ ലെയർ, നമ്മുടെ ദഹനേന്ദ്രിയത്തിന്റെ ആവരണ പാളികൾ മഴയത്ത് മണ്ണൊലിച്ചു പോകുന്നത് പോലെ ഒലിച്ചു പോകാനിടയുണ്ട്. അത് NICD, നമ്മുടെ നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ആ മരുന്നുകളുടെ, ജലദോഷ മരുന്ന്, പനിമരുന്ന്, കഫമരുന്ന്, വേദനാ സംഹാരികള്, ഈ മരുന്നുകളുടെ എല്ലാം ദോഷഫലങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് മുക്കോസ മെംബ്രെയിൻ ഒലിച്ചു പോകുക എന്നുള്ളതാണ്, അൾസർ പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ടെട്രാസൈക്ലിൻ ക്ലാസ് ആന്റിബയോട്ടിക്സ്, ഡോക്സിസൈക്ലിൻ കഴിച്ചാലും ദഹനേന്ദ്രിയങ്ങളുടെ ആവരണ പാളികൾ പോയി അൾസറുകൾ ഉണ്ടാകാൻ, കൊളൈറ്റിസ് ഉണ്ടാകാൻ, ബ്ലീഡിംഗ് ഉണ്ടാവാൻ, ആ ബ്ലീഡിങ് ചിലപ്പോൾ മാരമാകാം. തുടർച്ചയായിട്ട് ഈ മരുന്ന് കൂടുതൽ ഡോസിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ്ങിൽ തന്നെ ആള് മരിക്കാം. പനി, വയറുവേദന, ഇങ്ങനെയാണ് ഇതിന് ലക്ഷണങ്ങളായിട്ടുണ്ടാകുക. അതേപോലെ ഇനിയും നിരവധിയായ പുതിയ പേരുകളും തകരാറുകളും ഈ മരുന്നുകൾ കൊണ്ട്, അതിലെ ഏറ്റവും പ്രധാനമായത്, ഭീകരമായത് ത്വക്കിനുണ്ടാകുന്ന തകരാറുകളാണ്. ത്വക്കിനെ ഇത്രത്തോളം നശിപ്പിക്കുന്ന മറ്റു മരുന്നുകൾ കുറവാണ്, ടെട്രാസൈക്ലിൻ ഗ്രൂപ്പ് പോലെ. ഈ മരുന്നുകൾ കഴിക്കുന്നവർ വെയിൽ കൊള്ളാൻ പാടില്ല എന്നാണ് നിഷ്കർഷ. ഇതൊന്നും പറയാതെയാണ് നമ്മുടെ ആളുകളെ കൊണ്ട് ഈ മരുന്നുകൾ മുഴുവൻ തീറ്റിക്കുന്നത്. വെയിൽ കൊള്ളുന്നതിൽ വളരെ ജാഗ്രത പാലിക്കണം. സൺസ്ട്രോക്ക് പോലുള്ള പ്രയാസങ്ങൾ ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ടുണ്ടാകാം. തൊലി പൊള്ളി പഴുത്ത് മുഴുവൻ കൊഴിഞ്ഞുപോയി അങ്ങനെ മരിച്ച 3 രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയ പുതിയ പല പേരുകളാണ് അതിനവർ നൽകുക. മറ്റു മരുന്നുകളുമായിട്ട്, ചായ കാപ്പിയുമായിട്ട്, മദ്യവുമായിട്ട് ഒക്കെ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ഈ കൺസ്യൂമർ റിപ്പോർട്ട്സ് അതിലെ 547 പേജിലാണ് ഈ മരുന്നിന്റെ അപകടങ്ങൾ പറയുന്നത്. അവര് ഈ മരുന്ന് കഴിക്കുന്നവരോട് നൽകുന്ന ഒരു അഭ്യർത്ഥന, ഇത് മരുന്നുകൾക്കെതിരായ പുസ്തകമൊന്നുമല്ല. 547 പേജില് മരുന്ന് കഴിക്കാൻ, കഴിക്കുന്നത് എങ്ങനെ സൂക്ഷിച്ച് കഴിക്കണം എന്ന് മാത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പൊ അവര് ഉപദേശിക്കുന്നത്, നിങ്ങൾ, ഇതാണ് പുസ്തകം, കൺസ്യൂമർ ഡ്രഗ് റെഫറൻസ്. ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറോട് ഇതുപോലുള്ള ആന്റിബയോട്ടിക്കുകൾക്ക് അലർജി ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് പറയണം. ടെൽ യുവർ ഡോക്ടർ ആൻഡ് ഫാർമസിസ്റ്റ് വാട്ട് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് നോൺ പ്രിസ്ക്രിപ്ഷൻ indications you are taking, especially antacids, anticoagulants. ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണം. ബിവെയർ ദാറ്റ് ആന്റാസിഡ്, കാൽഷ്യം സപ്ലിമെന്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, അതിലെ ചിലതിന്റെ ഫലം ഇതില്ലാതാക്കും, ചിലതുമായി പ്രവർത്തിപ്പിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണം. Tell your doctor if you have or have ever had diabetes or kidney or liver disease. നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ, കിഡ്നിയുടെ തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ, ലിവറിന് കരളിന്റെ തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങളുടെ ഡോക്ടറോട് പ്രത്യേകം പറഞ്ഞിരിക്കണം. കാരണം ഈ തകരാറുകളുള്ളവര് ഈ മരുന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രിക്വേഷൻസ്, വേറെ ചില മുൻകരുതലുകൾ അതുകൂടി എടുക്കണമെന്നുള്ളതാണ്. ഇതൊന്നും പറയാതെ, ഇതൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ സകലരും കഴിച്ചിരിക്കണമെന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ക്രൈമാണ്.
ഒരു വൈദ്യ കുറ്റകൃത്യമാണ്. Tell your doctor if you are pregnant, plan to become pregnant, or are breastfeeding. നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ, ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുലയൂട്ടുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണം. If you become pregnant while taking doxycycline, call your doctor immediately. Doxycycline can harm the fetus. നിങ്ങൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉടനടി ഡോക്ടറെ വിളിക്കണം. നിങ്ങളുടെ കുഞ്ഞിന്റെ ഭ്രൂണത്തെ അത് നശിപ്പിക്കാനിടയുണ്ട്. If you are having surgery, including dental surgery, tell the doctor or dentist that you are taking doxycycline. നിങ്ങളൊരു പല്ലിന്റെ സർജറി, ആ പല്ലിന്റെ കമ്പീടലാണെങ്കിലും റൂട്ട് കനാലാണോ എന്തും ആവട്ടെ, അതിനു മുമ്പ് പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ആപത്താണ്. Plan to avoid necessary or prolonged exposure to sunlight and to wear protective clothing, sunglasses and sunscreen. Doxycycline may make your skin sensitive to sunlight. നമ്മളെപ്പോലെ ഇപ്പോൾ വെയിൽ വന്നിരിക്കുന്ന, വെയിലിന്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവില് ഈ മരുന്നുകൾ ഇതൊന്നും പറയാതെ ജനങ്ങൾക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് ഒരു വളരെ വലിയ ക്രൂരതയാണ്. ഇതുപോലെ നിരവധി മുന്നറിയിപ്പുകൾ അതിലുണ്ട്. അതിന്റെ സൈഡ് എഫക്ട്സ്, വാട്ട് സൈഡ് എഫക്ട്സ് ക്യാൻ ദിസ് മെഡിസിൻ കോസസ്? Doxycycline may cause side effects. Tell your doctor if any of these symptoms are severe or do not go away. ഈ മരുന്നുകളുടെ ദോഷഫലങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, അത് കൂടുകയാണെങ്കിൽ, അത് മാറാതിരിക്കുകയാണെങ്കിലൊക്കെ ഡോക്ടറോട് പെട്ടെന്ന് പറയണം. പലപ്പോഴും ഇതുണ്ടാക്കുന്ന ദോഷഫലങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ താനെ പോകാം, ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ താനെ പോകാം. പക്ഷേ പിറകെ വരാൻ ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞാണ് അതിന്റെ തകരാറുകൾ വരിക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അത് BNF എന്ന് പറയുന്ന ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി എന്ന് പറയുന്ന മെഡിക്കൽ ടെക്സ്റ്റ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി ഇത് 3 മാസം കൂടുമ്പോൾ ബ്രിട്ടനിലെ ഡോക്ടർമാര് അവരുടെ കൂടെയുള്ള ഡോക്ടർമാർക്ക് വേണ്ടി ഇറക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിന്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ മരുന്നുകളുടെ ദോഷഫലങ്ങൾ ഉടനടി വരുന്നവയുണ്ട്, വളരെ കാലം കഴിഞ്ഞ് വരുന്നവയുമുണ്ട്. പുതിയ മരുന്നുകളെ വളരെ ശ്രദ്ധിക്കണം, കാരണം വേണ്ടത്ര പഠനങ്ങളൊന്നും പുതിയ മരുന്നുകളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടാവില്ല എന്നാണ് ബ്രിട്ടനിലെ ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരിക്കുന്ന ഈ BNF എന്ന് പറയുന്ന ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് 3-ാം പാർട്ടിലേക്ക് നമുക്ക് തുടരാം. നേരത്തെ ഒരു സുഹൃത്ത് ബാബു ദോഷഫലങ്ങളില്ലാത്ത ഏത് മരുന്നാണുള്ളത് എന്ന് അത്ഭുതം കൂറിയിട്ട് ഒരു പ്രതികരണം ഇട്ടിരുന്നു. വളരെ ശരിയാണ്. മരുന്നിലേക്ക് പോകരുത്. മരുന്നല്ല രോഗം മാറ്റുന്നത്. രോഗം മാറ്റാൻ കഴിവുള്ള ഒരു മരുന്നും ഈ ഭൂലോകത്തില്ല. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ, കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ താളം മാറ്റി, ഒരു ലക്ഷണങ്ങൾ മാറ്റി കാണിച്ചു തരുന്ന നാടകം മാത്രമേ മരുന്നുകൾ നടത്തുന്നുള്ളൂ. രോഗത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ കാരണം മാറ്റുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. രോഗങ്ങൾക്ക് മരുന്നല്ല, രോഗ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ കാരണങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരു ദിവസം മനുഷ്യ ശരീരത്തിൽ 50 തുടങ്ങി 70 ബില്യൺ കോശങ്ങൾ ചത്തുപോകുന്നുണ്ട്. പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് ആരോഗ്യമുള്ള കോശങ്ങളാണെങ്കിൽ നിലവിലുള്ള രോഗം സാവധാനം മാറി രോഗമില്ലാത്ത കോശങ്ങൾ, ആരോഗ്യമുള്ള കോശങ്ങളെ കൊണ്ട് രോഗം തനിയെ മാറും. പുതുതായിട്ടുണ്ടാകുന്നതും നിങ്ങൾ കഴിക്കുന്ന ചീത്ത ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന കോശങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, നിങ്ങളുടെ ശരീരത്തിന്റെ പോരായ്മകൾ, അവയവങ്ങളുടെ പാളിച്ചകൾ തുടരും, രോഗവും തുടരും. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആരോഗ്യ സത്യം.
അതുകൊണ്ട് ചികിത്സ എന്നുള്ളത് ശരീരം സ്വയം നടത്തുന്ന ഒരു കാര്യമാണ്. പുറത്തുനിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതല്ല. നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം, നല്ല അധ്വാനം, ആവശ്യത്തിന് വിശ്രമം, വെയില്, നല്ല മനസ്സ്, ഇവയിലൂടെ മാത്രം സമ്പാദിക്കാൻ കഴിയുന്നതാണ്. കാശ് കൊടുത്ത് ആരോഗ്യം വാങ്ങാൻ സാധിക്കില്ല. രോഗശമനവും രോഗമാറ്റവും കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. പിന്നെ ഒരു റോഡ് അപകടം, അങ്ങനെയുള്ള അപകടാവസ്ഥകളിൽ, പ്രതിസന്ധികളിൽ വൈദ്യശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. നല്ലതാണ്. അറ്റകൈ പ്രയോഗമായിട്ട് നമുക്കത് ചെയ്യാം. അവിടെയും ആപത്തുകളുണ്ട്. പക്ഷെ നിവൃത്തിയില്ലാത്തടത്ത് കൂടുതൽ ഗുണത്തിനു വേണ്ടി, പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഒക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ ചികിത്സ, മരുന്ന്, രോഗമാറ്റം ഒരിടത്തു നിന്നും കിട്ടില്ല. പ്രകൃതി ചികിത്സകരുടെ വഴിയൊന്നും കിട്ടുകയില്ല. അത് നിങ്ങളുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന പ്രാണന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഡോക്സിസൈക്ലിൻ വ്യാപകമായി ജനങ്ങൾ കഴിക്കുന്നതോടെ വമ്പിച്ച വരുമാനമാണ് മെഡിക്കൽ ഇൻഡസ്ട്രി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രളയത്തിന് ശേഷമുള്ള മറ്റൊരു ഭീകര വിഷപ്രളയമാണ് ഡോക്സിസൈക്ലിൻ അതുപോലുള്ള മരുന്നുകളിലൂടെ മരുന്ന് കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഡോക്സിസൈക്ലിന്റെ ആപത്തുകൾ തുടർന്ന് കേൾക്കുക. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ സർവാണി സദ്യ പോലെ സകലർക്കും മരുന്നുകൾ വിതരണം ചെയ്യുന്നത് തെറ്റാണ്. ഓരോ മനുഷ്യന്റെയും ശാരീരിക പ്രത്യേകതകള്, കരളിന്റെ അവസ്ഥ, വൃക്കയുടെ അവസ്ഥ, മൊത്തത്തിലുള്ള ആരോഗ്യം, പ്രായം, തൂക്കം, മറ്റു രോഗങ്ങൾ, മറ്റു മരുന്നുകൾ കഴിക്കുന്നത്, ഇതെല്ലാം വിശദമായി ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും എടുത്ത് ഒരു ഡോക്ടർ ഇരുന്ന് സംസാരിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം കൊടുക്കുന്ന മരുന്നുകൾ പോലും രോഗിയെ കൊല്ലുകയാണ്. ആ മരുന്നുകളുടെ ദോഷഫലങ്ങളാണ് ഈ പറയുന്നത്. അപ്പോഴാണ് ഇവിടെ കണ്ണുമൂക്കില്ലാതെ സകലരും കഴിക്കണമെന്ന് പറഞ്ഞ് വിതരണം ചെയ്യുന്നത്. ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന്റെ കൂടിയ തകരാറുകള് സ്റ്റീവൻസ് ജോൺസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പുതിയ രോഗം. ഏതെല്ലാം രോഗം സിൻഡ്രോം എന്ന പേരിലുണ്ടോ ഒരു സംശയവും വേണ്ട, അത് മരുന്നുണ്ടാക്കുന്നതാണ്. ഇതെല്ലാം ഈ പുതിയ മരുന്നുകൾ ഉപയോഗിച്ച് അങ്ങനെ മരുന്ന് കമ്പനികൾ കണ്ടുപിടിച്ച് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന രോഗങ്ങളാണ്. ഞങ്ങളുടെ ഇന്ന മരുന്ന് വ്യാപകമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇന്ന വാക്സിൻ വ്യാപകമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെ തുടർന്ന് ഇന്നിന്ന രോഗങ്ങൾ ഉണ്ടായി കിട്ടും, അതിന് ഇന്ന മരുന്നുകളെല്ലാം ചെലവാക്കാൻ സാധിക്കും, അതെല്ലാം വില കൂടിയ മരുന്നുകളായിരിക്കും, വളരെ വില കൂടിയ ചികിത്സകളുമായിരിക്കും. സ്റ്റീവൻസ് ജോൺസ് സിൻഡ്രോം എന്ന് പറയുന്നത് അതില് 10% ആളുകൾ അതുകൊണ്ട് മരിക്കാറുണ്ട്. 50% വരെ ഈ മരുന്നുകൾ കഴിക്കുന്ന ആളുകളിൽ കൂടുതൽ ഡോസ് കൂടിക്കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടുണ്ടാകുന്നുണ്ട്. വളരെ ഗുരുതരമായ മരണകാരണമായ അലർജിക് റിയാക്ഷൻ, വളരെ ഗുരുതരമായ അലർജിക് റിയാക്ഷൻ, ദേഹമാസകലമുള്ള കോശങ്ങളിൽ സംഭവിക്കുന്ന തകർച്ചയാണ് ഈ രോഗത്തിന്റെ പിന്നിൽ വരുന്നത്. ഹെപ്പറ്റൈറ്റിസ്, കരളിന്റെ നാശം, അതല്ലാതെ ഈ രോഗമായിട്ടല്ലാതെ തന്നെ കരൾ നാശം ഡോക്സിസൈക്ലിന്റെ ദോഷഫലങ്ങളിൽ പെട്ടതാണ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മിക്കവാറും സൈറ്റുകൾ എടുത്തു പറയുന്നുണ്ട്. നെഫ്രൈറ്റിസ്, കിഡ്നിയുടെ നാശം, കിഡ്നിയുടെ രോഗം. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിംഗ്, അത് നേരത്തെ പറഞ്ഞു. ഇതല്ലാതെയും ഇതൊക്കെ ഒറ്റക്കൊറ്റയ്ക്കും വരാം, കൂട്ടായിട്ടും വരാം. ന്യൂമോണിയ, പനി, ആർത്രൈറ്റിസ്, ആർത്രാൾജിയ, മയാൽജിയ. ആർത്രാൾജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ധികളിലെല്ലാം വരുന്ന വേദനയും, മയാൽജിയ എന്ന് പറയുന്നത് പേശികളിൽ വരുന്ന വേദനയൊക്കെയാണ്. ത്വക്കിലുണ്ടാകുന്ന ഫോട്ടോ സെൻസിറ്റിവിറ്റി ഡിസോർഡേഴ്സില് ടോക്സിക് എപ്പിഡെർമൽ നെക്രോലിസിസ്, മാക്കുലോ പോപ്പുലർ ആൻഡ് എറിത്രോമാറ്റോസ് റാഷ്, കേൾക്കാൻ പറയാൻ ഇതൊക്കെ ഇതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ടുണ്ടാകും. വിദഗ്ധന്മാർക്ക് ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ, വിദഗ്ധന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അവര് നമ്മളെ വിദഗ്ധമായി ചികിത്സിക്കാൻ കാത്തിരിക്കുന്നു.
അവർ വിദഗ്ധന്മാരായിരിക്കുന്നത് സാധാരണ ജീവിതം, സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ച് സാധാരണ ജീവിതം നയിക്കുന്നവരെ അവർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അവർ വളരെ വിദഗ്ധമായി നമ്മളെ വിദഗ്ധ രോഗികളാക്കും, വിദഗ്ധ ചികിത്സകൾക്ക് വിധേയമാക്കാൻ. അങ്ങനെയല്ലേ രാജ്യത്തിനൊരു പുരോഗതി ഉണ്ടാവുള്ളൂ. ഈ രാജ്യത്തിന്റെ GDP ഇന്ന് മരുന്ന് വിൽപ്പനയെ ആശ്രയിച്ചിട്ടാണ്. എന്നുള്ള ആശുപത്രികളെല്ലാം നന്നായി പൂട്ടിപ്പോയാൽ GDP താഴെ വീഴും, GST കുറയും. അതുകൊണ്ട് രാജ്യപുരോഗതി ഓരോ ദുരന്തം വരുമ്പോഴും GDP കൂടും. ഇപ്പോ നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയം GDP കൂട്ടാനുള്ള നല്ലൊരു എളുപ്പ വഴിയാണ്. അതിന്റെ റീകൺസ്ട്രക്ഷൻ ഓഫ് കേരള, പുതിയ കേരളം ഉണ്ടാക്കാൻ പഴയ വഴി തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ GDP കൂടും. പുതിയ കേരളത്തിന് പുതിയ വഴി ഗാഡ്ഗിൽ ചൂണ്ടിക്കാണിക്കുന്ന പാരിസ്ഥിതികമായ സംരക്ഷണത്തിന്റെ, പ്രകൃതി സംരക്ഷണത്തിന്റെ വഴിയാണ് പുതിയ കേരളത്തിനെ സ്വീകരിക്കുന്നതെങ്കിൽ GDP താഴെ പോകും. ജനങ്ങൾ സംതൃപ്തരാണെങ്കിൽ GDP കുറയും. ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലും ദുരിതത്തിലുമാണെങ്കിൽ, രോഗികളാണെങ്കിൽ GDP കൂടും. ഇത് വികസനത്തിന്റെ അപകടമാണ്. വിനാശകരമായ വികസനം, യഥാർത്ഥ വികസനം സാധ്യമാകുക കിഴക്കൻ മലകൾ കുത്തിപ്പൊടിച്ച് നഗരത്തിൽ കൊണ്ടുവന്ന് മെട്രോ കെട്ടുമ്പോഴും കടലിൽ കൊണ്ടുപോയിട്ട് വിഴിഞ്ഞം തുറമുഖവും വല്ലാർപാടം പ്രൊജക്റ്റും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നാശമാണ് ഉണ്ടാകുന്നത്. തൽക്കാലം കുറച്ച് പണവും കുറെ തൊഴിലും കിട്ടും. പക്ഷെ ആത്യന്തികമായി പാരിസ്ഥിതികമായ ദുരന്തം, ആ ദുരന്തം എല്ലാവരും അനുഭവിക്കേണ്ടതായി വരും. നമ്മുടെ നാട്ടില് ഈ ഉണ്ടായ പ്രളയം ഉണ്ടാക്കിയ ആളുകൾ അനുഭവിച്ചിട്ടില്ല. അവർ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്. അനുഭവിച്ചത് മുഴുവൻ സാധാരണക്കാര്, പാവങ്ങൾ, ജനങ്ങളാണ്. ഗാഡ്ഗിലിനെതിരെ അവരെ തിരിച്ചുവിട്ടവര് തൽക്കാലം സുരക്ഷിതരാണ്. പക്ഷെ എത്ര കാലം എന്നുള്ളതാണ് അവർ ആലോചിക്കേണ്ടത്. ടോക്സിക് എപ്പിഡെർമൽ നെക്രോലിസിസ് മരണകാരണമായ ഒരു ഭീകര അവസ്ഥയാണ്. തൊലിയെല്ലാം പഴുത്ത് പാമ്പിന്റെ പടം കൊഴിയുന്ന പോലെ കൊഴിഞ്ഞ് ചീഞ്ഞു പോകുന്ന ദുർഗന്ധം, ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ നിന്ന് ദുർഗന്ധം മൊത്തം വരുന്ന ഒരു ഭീകരാവസ്ഥയാണ്. രക്തത്തിൽ അണുബാധ, വിഷബാധ, ഇതെല്ലാം അതിന്റെ തകരാറായിട്ട് വരുന്നതാണ്. എക്സ്ഫോലിയേറ്റീവ് ഡെർമൈറ്റിസ് എർത്രോമിയ മൾട്ടിഫോർമെ. ഞാൻ ഉച്ചരിക്കുന്നതിലും പറയുന്നതിലും ഒക്കെ തകരാറുകൾ പലതും കാണാൻ സാധ്യതയുണ്ട്. ഞാന് ഒരു അലോപ്പതിക്കാരനല്ലാത്തത് കൊണ്ടാണ്, ഞാനൊരു വിദഗ്ധനുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. സാധാരണ പ്രകൃതിയുടെ രീതികൾ അറിയുകയും പറയുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് അപാകതകൾ കണ്ടേക്കും. അത് സദയം ക്ഷമിക്കുക. ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷനില് അൾട്ടിക്കാരിയ, ആൻജിയോ ന്യൂറോട്ടിക് എഡിമ, അനാഫൈലാക്സിസ്, ഈ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒരണു അത് കടന്നു കയറിയെന്ന് പറയും നിങ്ങൾ പറയുന്ന ബാക്ടീരിയ ആവട്ടെ, വൈറസ് ആവട്ടെ, ഫംഗി ആവട്ടെ, അതിനെ നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിലിട്ട് കൊല്ലാനൊരു വിഷം പ്രയോഗിക്കുമ്പോൾ അത് ചത്തുന്ന് തന്നെ വിചാരിക്കുക. അതിന്റെ ശവശരീരം ശരീരത്തിൽ ഉണ്ടാക്കുന്ന വിഷവൽക്കരണം ഭീകരമാണ്. വലിയൊരു അനാഫൈലാറ്റിക് ഷോക്കിലേക്ക്, മരണത്തിലേക്ക് നയിക്കാൻ വരെ കഴിവുള്ളതാണ്. ശരീരത്തിന്റെ പ്രതിരോധ ശക്തി സംവിധാനം, ആരോഗ്യം വളരെ കരുത്തുള്ളതല്ല എങ്കിൽ അടി, ലോട്ടറി എപ്പോ ആർക്ക് കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല. ഈ അനാഫൈലാറ്റിക് ഷോക്കിനെ, അനാഫൈലാക്സിസിനെ, അനാഫൈലാറ്റോയിഡ് പർപ്പൂര, പേരുകളൊക്കെ വളരെ സുന്ദരമാണ്, വിദഗ്ധ പേരുകളാണ്. അനാഫൈലാറ്റോയിഡ് പർപ്പൂര, സിറം സിക്നസ്, പെരികാർഡിയൈറ്റിസ്, SLE. ഇപ്പൊ നമ്മുടെ നാട്ടിൽ SLE ബാധിച്ച് ധാരാളം ചെറുപ്പക്കാർ വരുന്നുണ്ട്. ഓരോരോ ആന്റിബയോട്ടിക് കഴിച്ച് ഡോക്സിസൈക്ലിൻ ഈ അസുഖവും ഉണ്ടാക്കാനിടയുള്ളതാണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ പെട്ടതാണ്. ഇനി രക്തത്തിൽ ഉണ്ടാക്കുന്ന തകർച്ച, ഏതാണ്ട് രക്തത്തെ മൊത്തത്തിൽ വിഷമയമാക്കുന്ന തകർച്ചകളാണ്. ഹീമോലൈറ്റിക് അനീമിയ, ത്രോംബോസൈറ്റോപേനിയ, ന്യൂട്രോപേനിയ, ഇസിനോഫിലിയ, രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ ഇങ്ങനെ കൂടുക, വെളുത്ത രക്താണുക്കൾ കുറയുക, കൂടുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി തകരാറുകള്, പ്ലേറ്റ്ലെറ്റിന്റെ അളവിലെ വ്യതിയാനങ്ങളൊക്കെ ആയിട്ട് ഒരു ശരീരം മൊത്തത്തിൽ നശിക്കാൻ വേറെന്താ വേണ്ടത്? ഇൻട്രാകാർണിയൽ
ഹൈപ്പർ ടെൻഷൻ അതിഭീകരമായൊരു അവസ്ഥയാണ്. നമ്മുടെ തലച്ചോറിനെ ഒരു വാട്ടർ ഗ്രൗണ്ടിലാണ്, വെള്ളക്കെട്ടിന്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കുലുങ്ങുമ്പോഴൊക്കെ തലച്ചോറിന് കൂടുതൽ ക്ഷതം പറ്റാതിരിക്കാൻ എവിടെയെങ്കിലും പോയി തലയിടിച്ചാൽ തലച്ചോറ് വന്ന് തലയോട്ടിയിൽ ഇടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു ഫ്ലൂയിഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ തലയുടെ ഉള്ളിൽ ഈ ഫ്ലൂയിഡിലെല്ലാം പ്രഷർ കൂടിയിട്ട് ആകെക്കൂടെ ഭീകരമാകുന്ന ഒരു അന്തരീക്ഷം ഈ മരുന്ന് ഉണ്ടാക്കാനിടയുണ്ട്, ഡോക്സിസൈക്ലിൻ ഉണ്ടാക്കാനിടയുണ്ട്. തലച്ചോറിൽ മാത്രമല്ല സ്പൈനൽ കോഡിലും പ്രഷർ കൂട്ടുക എന്നുള്ളതാണ് ഇൻട്രാ കാർണിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ കിഡ്നിയില് യൂറിയ കൂടുക, ബ്ലഡ് യൂറിയ കൂടുക എന്നുള്ളതും ഈ ഡോക്സിസൈക്ലിന്റെ തകരാറായിട്ട് കണ്ടുവന്നിട്ടുണ്ട്, റിപ്പോർട്ടുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയേറെ അപകടങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കാനിടയുള്ള ഒരു മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. ഒരിക്കലും ഈ ദോഷഫലങ്ങളെക്കുറിച്ച് മുൻകരുതലുകൾ എടുക്കാതെ, ജനങ്ങളോട് അത് തുറന്നു പറയാതെ ഈ മരുന്ന് കൊടുക്കുന്നത് ശരിയല്ല. ഈ അപകടകാരിയായ മരുന്നിന് പകരമുള്ള നിരവധി മാർഗങ്ങൾ, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വഴികൾ ആയുർവേദത്തിലുണ്ട്, പ്രകൃതി ചികിത്സയിലുണ്ട്, ഹോമിയോയിലുണ്ട്, യുനാനിയിലുണ്ട്, സിദ്ധയിലുണ്ട്. എന്തുകൊണ്ടാണ് ആയുർവേദ സംഘടനകള്, ആയുർവേദ ഡോക്ടർമാര്, ഹോമിയോ ഡോക്ടർമാർ അവരുടെ സംഘടന, സിദ്ധയുടെ സംഘടന, യുനാനിയുടെ സംഘടന, പ്രകൃതി ചികിത്സകരുടെ സംഘടന ഇതൊന്നും മിണ്ടാത്തത്? ഈ നിർണായക ഘട്ടങ്ങളിൽ പറയാനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ജനസേവനം നടത്തുന്നു എന്ന് പറയുന്നത്? ഈ നിർണായക ഘട്ടങ്ങളിലല്ലേ ജനങ്ങളോടൊപ്പം നിന്ന് കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്. അതുകൊണ്ട് ആപത്തുകൾ കുറഞ്ഞ ചികിത്സാ രീതികളിലുള്ളവര് ഈ ഒരു വിഷമഘട്ടത്തിൽ കേരളത്തെ സഹായിക്കാൻ എത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.